അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചു അല്ലേ? ദുൽഹിജ്ജ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അസ്റാറുകൾ, ഒരുപാട് രഹസ്യ പൊരുളുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉയർന്ന വലിയ അടിമകളൊക്കെ ഈ ലോകത്തോട്ട് വന്ന വലിയ ഒരു പുണ്യമാസമാണ് ദുൽഹിജ്ജ മാസം എന്നുള്ളത്. ദുൽഹിജ്ജ 1 രാവൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു രാവായിരുന്നു. അതൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് യൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും നല്ല രാവുകൾ, അതുപോലെ നല്ല സമയങ്ങളിൽ നന്മയിലായിട്ട് ചിലവഴിക്കാൻ, നന്മയിൽ അതൊക്കെ ഇൻഷാ അല്ലാഹ് യൂസ് ചെയ്യാനുള്ള മഹാഭാഗ്യം പടച്ച റബ്ബ് അവൻ്റെ കൃപ കൊണ്ട് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു അമലിനെ കുറിച്ചാണ്. ശരിക്കും ദുൽഹിജ്ജ മാസം എന്ന് പറഞ്ഞാൽ പോരാ, എല്ലാ സമയത്തും നമ്മുടെ ലൈഫിൽ ഏതേത് സമയങ്ങളുണ്ടോ ആ സമയത്തൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ട ഒരു അമൽ തന്നെയാണ്. നിങ്ങൾ തമ്പനയിലോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ അമൽ എന്നുള്ളത്. അതെ, അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് തന്നെ. ആ സ്വലാത്തിനോളം വരില്ലല്ലോ ശരിക്കും ഒരമലും എന്നുള്ളത്. കാരണം ഇത് ആരുടെ മേലുള്ള സ്വലാത്താ? അള്ളാഹ് ഏറ്റവും ബഹുമാനിക്കുന്ന, ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഓൻ്റെ ഏറ്റവും വലിയ അടിമയായിട്ടുള്ള, ഈ ഭൂഗോളങ്ങളെപ്പോലും പടക്കാൻ കാരണമായിട്ടുള്ള ഒരാളായിട്ടുള്ള അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള ഒരു അമലാണല്ലോ. അല്ലെങ്കിൽ തങ്ങളുടെ മേൽ പടച്ച റബ്ബ് പോലും ചെയ്യുന്നു എന്ന് ഖുർആനിലോൻ വിശേഷിപ്പിച്ച ഒരമലാണല്ലോ സ്വലാത്ത് എന്നുള്ളത്. ഈ സ്വലാത്ത് തന്നെയാണ് ശരിക്കും ഈ ദുൽഹിജ്ജയിൽ നമുക്ക് കാവൽ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ഒരു അമല് എന്നുള്ളത്. കഴിയുന്ന സ്വലാത്തുകൾ, കഴിയുന്ന ഒരെണ്ണം 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് സമയം, ആ ഒരു ടൈം നമ്മൾ നിശ്ചയിച്ച് ഫിക്സ് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ടൈമിൽ ചൊല്ലുക എന്നുള്ളതാണ്. ഒരുപാട് ഫലങ്ങളാണ്. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നൊരു ഹദീസുണ്ട്. മഹദി അവറുകൾ പറയാണ്, അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, എൻ്റെ മേൽ ഏതൊരു വ്യക്തി സ്വലാത്ത് ചൊല്ലുന്നുവോ നിശ്ചയമായിട്ടും ആ സ്വലാത്തുമായിട്ട് ഒരു മലക്ക് പടച്ച റബ്ബിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോവുകയും ആ സ്വലാത്ത് കൊണ്ട് പടച്ച റബ്ബിനിക്ക് അഭിവാദ്യം ചെയ്യുന്നതുമാണ്. ആ സമയത്ത് പടച്ച റബ്ബ് ആ മലക്കിനോട് പറയത്രേ, മലക്കുകളെ, നിങ്ങൾ ഈ സ്വലാത്തിനെ എൻ്റെ അടിമയുടെ ഖബറിലേക്ക് കൊണ്ടുപോകുക. അഥവാ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പരിശുദ്ധ റൗളയിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് പറയത്രേ പടച്ച റബ്ബ്, ഈ സ്വലാത്ത് ചൊല്ലിയവന് പാപമോചനത്തിന് വേണ്ടിയിട്ട്, അവൻ്റെ മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്വലാത്ത് കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മലക്കുകളോട് പറയും. കഴിഞ്ഞില്ല, അതുപോലെ തന്നെ ഈ ചൊല്ലിയ സ്വലാത്ത് മുഖാന്തരമായിട്ട് ഇത് ചൊല്ലിയവന് നല്ല കൺകുളിമ ലഭിക്കുന്നതാണ്. അഥവാ അവനക്ക് ഒരുപാട് സന്തോഷങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒറ്റ സ്വലാത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ എന്തായിരിക്കും അല്ലേ? 1000 സ്വലാത്ത് ചൊല്ലിയാൽ എന്തായിരിക്കും അല്ലേ? ഇതൊക്കെ നമ്മുടെ ടൈമിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമുക്കറിയാലോ നമ്മുടെ തിരക്ക് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണെന്ന്. ആ രീതിക്ക് നമ്മൾ മാനേജ് ചെയ്ത് നമുക്ക് കഴിയുന്ന ഒരെണ്ണം സ്വലാത്ത് ഈ ദുൽഹിജ്ജ എന്ന് മാത്രമല്ല നമ്മുടെ ലൈഫിലെ ഓരോ ദിവസവും നമ്മൾ ചെയ്യണം. വഫഖനല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.